യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനിനെ പൂട്ടിയിട്ടു. അക്ഷരാർത്ഥത്തിൽ കത്രിക പൂട്ട് കണക്കെ കേപ്പ് വെർഡെ. ഈ കേപ്പ് വെർഡെ എന്നുള്ള പേര് എത്ര പേർ കേട്ടിട്ടുണ്ടാകും എന്നുള്ള സംശയമാണ്. കേപ്പ് വെർഡെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന ദിനമായിരുന്നു ഈ കഴിഞ്ഞ രാത്രി. ഈ കേപ്പ് വെർഡെ എവിടെയാണെന്ന് കാണിച്ചു തരാം ഞാൻ. നോക്കുക, ഇതാണ് ഭൂമിയെങ്കിൽ, ഈ ഭൂമിയിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം ഇതാണെങ്കിൽ, ഇതിൽ ഈ കാണുന്ന ചെറു കഷണം ഇതാണ് കേപ്പ് വെർഡെ. ഈ കേപ്പ് വെർഡെ നമ്മൾ ഇന്ത്യൻ മഹാരാജ്യത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഈ കേപ്പ് വെർഡയുടെ ഒരു വലിപ്പം നോക്കുക. ഇതാണ് കേപ്പ് വെർഡെ ദ്വീപ് സമൂഹം. 10 അഗ്നിപർവ്വത ദ്വീപുകളുള്ള സമൂഹം, ഒരു ദ്വീപ് രാഷ്ട്രം. ഏതാണ്ട് 5 ലക്ഷം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു രാജ്യം. അവിടെ കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നുമില്ല. ഒരു കഥ പോലെ ഈ കേപ്പ് വെർഡെയുടെ കാര്യങ്ങൾ പറയാൻ കഴിയും. കാരണം നമുക്കറിയാം, ചുറ്റും കടലാണ്, കാര്യമായ വിഭവങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങളും കുറവാണ്. ഈ യുവാക്കൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ അവർ പ്രവാസ ജീവിതം ആരംഭിക്കും യൂറോപ്പിലേക്ക്. അവിടെ സ്കോട്ട്ലൻഡ്, നെതർലൻഡ്സ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഇവിടുത്തെ പ്രധാന പരിപാടി. അപ്പോൾ ഈ കാണുന്ന ഈ 10 ദ്വീപുകളുള്ള ഈ ചെറു രാജ്യത്തിൻ്റെ പ്രകടനമാണ് ലോകവേദിയിൽ ഇന്നലെ അതിഗംഭീരമായി തിളങ്ങി നിന്നത്. അപ്പോൾ ഈ കേപ്പ് വെർഡെയിലെ യുവാക്കളെ ഇങ്ങനെ പലയിടത്ത് പോകുമ്പോൾ അവർക്കൊരു ഫുട്ബോൾ ടീം ഉണ്ടാക്കാനുള്ള ആളുകളൊന്നുമില്ല. അപ്പോൾ ഫുട്ബോൾ അസോസിയേഷനും കോച്ചും എന്ത് ചെയ്തു? സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു തെരച്ചിൽ നടത്തുകയാണ്. ഈ കേപ്പ് വെർഡെ വംശജരായിട്ടുള്ള ആളുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ആ വംശജരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി അവർ ചെയ്തത് ലിങ്ക്ഡിൻ വഴി ചില മെസ്സേജുകൾ അയക്കുക. ഉദാഹരണത്തിന് ഇന്നലെ ഡിഫൻഡറായി നിന്ന റോബർട്ട് ലോപ്സ്, ആ ഡിഫൻഡർ റോബർട്ട് ലോപ്സിന് ഈ കോച്ചിൻ്റെ ഒരു മെസ്സേജ് വരികയാണ് ലിങ്ക്ഡിനിൽ, ഒരു പോർച്ചുഗീസ് ഭാഷയിൽ. ഇങ്ങനെ ടീമിൻ്റെ ഭാഗമായി ചേരാൻ ആഗ്രഹമുണ്ടോ എന്നും ചോദിച്ച്. അപ്പോൾ ഇദ്ദേഹം ഇതൊരു സ്പാം ആണ് എന്ന് കരുതി. പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് രണ്ടാമത്തെ മെസ്സേജ് വന്നപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. രണ്ടാമത് ഈ കോച്ച് വീണ്ടും ഇംഗ്ലീഷിലൊരു മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് ഈ റോബർട്ട് ലോപ്സ് അത് വിശ്വസിക്കുന്നതും ആ വിശ്വാസം പരിഗണിച്ച് ടീമിനൊപ്പം ചേരുന്നതും. ഇനി നമുക്കറിയാവുന്ന പോലെ ഈ ടീമിൻ്റെ ഭംഗി തന്നെ, ആ രാജ്യത്തിൻ്റെ ദൃശ്യഭംഗി തന്നെ വളരെ രസകരമാണ്. ഒരുപാട് ബീച്ചുകളുള്ള, ടൂറിസത്തിന് മാത്രം പ്രയോജനമുള്ള ഒരു രാജ്യമാണ്. വളരെ ചെറിയ രാജ്യം. ഏതാണ്ട് 4500 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്, 4500 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ആകെ വിസ്തീർണം. അവിടെയാണ് ഈ 5.5 ലക്ഷം ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ ആ 5 ലക്ഷം ആളുകൾക്കിടയിൽ നിന്നാണ് ഇങ്ങനെ ലോകവേദിയിലേക്ക് ഒരു ടീം എത്തുന്നതും ആ ടീമിൻ്റെ പ്രകടനം നമ്മൾ കാണുകയും ചെയ്തത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് കേട്ടോ ഒരു ബീച്ചുകളിൽ ഒന്നാണ് കേപ്പ് വെർഡെയിൽ. ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റ് വിഭവങ്ങൾ അവിടെയില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ ഒരു ടീമിനെ സെറ്റാക്കി എടുക്കുകയാണ്. ഇവർ പോർച്ചുഗീസിൽ നിന്ന് വന്നവരാണ്. കാരണം കേപ്പ് വെർഡെയിലെ വംശജരായിട്ടുള്ള ആളുകൾ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്നു. അവരെല്ലാം വിളിച്ചുകൂട്ടി സമൂഹ മാധ്യമങ്ങൾ വഴി കണക്ട് ചെയ്ത് ഒരു ടീമാക്കി മാറ്റുകയാണ്. അവിടെ എത്തിയപ്പോൾ സംസാരം പലതാണ്, പല സ്വഭാവമാണ്, ഒരു തരത്തിലും ചേർന്ന് പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഫുട്ബോൾ അസോസിയേഷൻ പരിശീലകൻ ഒരു മാർഗം കണ്ടെത്തി. ഈ കേപ്പ് വെർഡെയിൽ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, ഔദ്യോഗിക ഭാഷ. അതിൻ്റെ പേര് ക്രിയോൾ എന്നാണ്. ക്രിയോൾ ഭാഷ മാത്രമേ പരസ്പരം സംസാരിക്കാവൂ. പരസ്പരം ടീമംഗങ്ങൾ എന്തൊക്കെ സംസാരിച്ചാലും കളത്തിലായിക്കോട്ടെ ഈ പോർച്ചുഗീസ് ഭാഷയോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ ഭാഷകളൊന്നും പ്രയോഗിച്ചുകൂടാ. ക്രിയോൾ മാത്രമേ സംസാരിക്കാവൂ എന്നുള്ള നിബന്ധന വെച്ചു. അങ്ങനെയാണ് ഒരു ഐക്യവും ഒരു ദേശീയതയും ഒത്തൊരുമയും ഒക്കെ ആ ടീമിൽ കൊണ്ടുവരുന്നത്. ഇനി ഈ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ ടീമിൻ്റെ ചെറിയ സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം, ജനസംഖ്യയിലെ കുറവ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി, ഇന്നലെ ആ ടീമിന്, ആ രാജ്യത്തിന് ഒരു വീരപുരുഷനെ കിട്ടി. ഈ കാണുന്ന ഇയാളുടെ പേര് ഒസീഞ്ഞ എന്നാണ്, ജോസെ ജൊസീമർ. ഇദ്ദേഹത്തിൻ്റെ വയസ്സ് 40 വയസ്സും 12 ദിവസവുമാണ്. അതായത് 40കാരനാണ്. ലോകവേദിയിൽ ഇതുവരെ ഒരു ഗോൾ കീപ്പർ പുറത്തെടുത്ത ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് ഈ ഒസീഞ്ഞ എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒസീഞ്ഞ എന്നാൽ അയാളുടെ ഒരു ചെല്ലപ്പേരാണ്. അദ്ദേഹത്തെ വളർത്തിയത് അയാളുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. അച്ഛനും അമ്മയും ഒക്കെ വലിയ തോതിൽ തിരക്കിലായിരുന്നു, കഠിനാധ്വാനത്തിലായിരുന്നു ആ ജീവിതം ഒന്ന് കെട്ടിപ്പടുത്താൻ വേണ്ടി. അപ്പോൾ വളർന്നത് മുഴുവൻ മുത്തശ്ശൻ്റെ മുത്തശ്ശിക്കൊപ്പമാണ്. മുത്തശ്ശിയാണ് ഈ ജോസേനെ ഒസീഞ്ഞ എന്ന് വിളിക്കുന്നത്. ഒസീഞ്ഞ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ വോയിസ് എന്നാണ് ശബ്ദം, ലിറ്റിൽ വോയിസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ലിറ്റിൽ വോയിസ്, ചെറിയ ആ ശബ്ദം എന്നുള്ള ആ വിളിപ്പേര്, ആ ചെല്ലപ്പേര് ഇന്ന് ലോകവേദിയിൽ ഒരു മഹാഗർജനമായി മാറുകയായിരുന്നു. 7 സേവുകളാണ് സ്പെയിൻ്റെ 7 സേവുകളാണ് ഈ ഒറ്റ മനുഷ്യൻ തട്ടിയകറ്റിയത്. ആ 7 സേവുകളിൽ ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കുക. ക്യുറസോവ എന്ന രാജ്യം ജർമ്മനിക്ക് മുന്നിൽ 7-1 തകർന്നടിഞ്ഞതുപോലെ മറ്റൊരു കുഞ്ഞൻ ടീം സ്പെയിൻ എന്ന വിഖ്യാത ടീമിന് മുന്നിൽ തകർന്നടിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളായിരിക്കും ഇന്ന് വരേണ്ടത്. പക്ഷേ അതിനുമൊക്കെ അപ്പുറം അസാധ്യമായതിനെ സാധ്യമാക്കിയത് ഈ മനുഷ്യനാണ് എന്ന് പറയാതെ വയ്യ. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ലോകവേദിയിൽ ഈ ഒസീഞ്ഞ കാഴ്ചവെച്ചത്. അങ്ങനെ
കേപ്പ് വെർഡെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുകയാണ്. ഞങ്ങൾ വെറും ഒരു ടീമല്ല, വെറുതെ വന്നവരല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ വന്നവരാണ്, ക്യാമറൂൺ ഉൾപ്പെടെയുള്ള ടീമുകളെ തോൽപ്പിച്ച് കടന്നെത്തിയവരാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേപ്പ് വെർഡെ തുടക്കമിട്ടു. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ആദ്യ ദിവസം തന്നെ ആദ്യ പോയിന്റുമായി അവർ വിശ്വവേദിയിൽ നിന്ന് തലയെടുപ്പോടുകൂടി മടങ്ങിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.